ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വരുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. രേവതി ഒന്ന് നോക്കട്ടെ, ഞാൻ ഇപ്പോൾ നോക്കി അങ്ങോട്ട് വെച്ചതേ ഉള്ളായിരുന്നു. ഒരു സെക്കൻഡ്. രേവതി പിള്ള എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും നമുക്ക് കുറച്ച് നാളായിട്ട് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? പിന്നെ ഇന്ന് വന്ന ആ കമൻസിൽ കൂടുതലും എൻ്റെ അടുത്ത് വന്ന ചോദ്യങ്ങളെന്ന് വെച്ചാൽ, എൻ്റെ ആരെങ്കിലും ആണോ, എനിക്കറിയാവുന്നതാണോ, അതുകൊണ്ടാണോ ഞാൻ കേസ് ഫയൽ ചെയ്തത്? കാരണം പലർക്കെതിരെയും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഐഡിയക്കെതിരെ ഞാൻ ഇതുവരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനത്തുള്ള കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ മനഃപൂർവ്വം റീച്ചിന് വേണ്ടി ഇടുന്ന കമൻസ് ആണോ, എൻ്റെ തന്നെ സ്വന്തം ഐഡിയ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയും കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എതിരെ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന ഒറിജിനൽ ഐഡിയിൽ നിന്ന് വരുന്ന കമൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ അത്യാവശ്യം റിയാക്ഷനായിട്ട് എടുക്കുന്നത്. അതല്ലാണ്ട് ഫേക്ക് ഐഡികളിൽ നിന്നും വരുന്ന ഒരു കമൻറ്റുകളും ഞാനിപ്പോൾ സത്യത്തിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എടുക്കാറില്ല. അതിൻ്റെ കാര്യമില്ല എന്നെനിക്ക് തോന്നിയിട്ട് തന്നെയാണ്. കാരണം നട്ടലിൽ നിവർത്തി നിന്ന് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞതുപോലെ പറയാനായിട്ട് തൻ്റെ ഇടമില്ലാത്ത ഒരാളുടെയും കമൻറ്റുകൾ നമുക്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റുകളെ ഞാൻ സത്യത്തിൽ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കാണും, നമ്മളെ കുറ്റം പറയാനും ആൾക്കാർ കാണും. ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാവും നമ്മളെ കുറ്റം പറയുന്നത്. ഇനി നമ്മളൊരു പ്രദേശത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തും അതുപോലെ തന്നെ ആയിരിക്കും. നമ്മുടെ മുന്നിൽ നല്ല വെള്ളം ചമഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ കൂടെ നമ്മളെ കുറ്റം പറയാനായിട്ട് ആൾക്കാർ അപ്പോഴും കാണും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഈ സമൂഹം എന്ന് പറയുന്ന ഒന്നിൽ തന്നെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ സാധനങ്ങൾ ഉള്ളത്. ആദ്യമേയൊക്കെ നമുക്കിത് നെഗറ്റീവ് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളും വരുമായിരുന്നു. കാരണം ഞങ്ങളോട് പലരും പറയാത്ത പല കാര്യങ്ങളുമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും പലപ്പോഴായിട്ടും കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ എൻ്റെ കുഞ്ഞിനെയും കൂടി ചേർത്ത് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും ഞങ്ങൾ റിയാക്റ്റ് ചെയ്യാത്ത എന്താണ്? എനിക്കറിയാവുന്നതാണ്, എൻ്റെ എക്സ് ലവർ വല്ലതും ആണോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണോ, റീച്ചിന് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഇതാണോ, ഡ്രാമയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നു. ഫസ്റ്റ് അതിനുള്ളൊരു ഉത്തരം ഞാനങ്ങ് തരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക വീഡിയോസും റീച്ചുള്ള വീഡിയോസ് തന്നെയാണ്. വളരെ ചുരുക്കം വീഡിയോസ് മാത്രം, ചിലപ്പോൾ ഒരു 100 വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ 2 വീഡിയോ എങ്ങനെ കാണത്തുള്ളൂ കുറച്ച് റീച്ച് കുറഞ്ഞതായിട്ടുള്ളത്. ബാക്കി ഒട്ടുമിക്ക വീഡിയോസും നമ്മളുടേത് റീച്ച് തന്നെയാണ്. അതായത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വീഡിയോസ് നമുക്ക് റീച്ച് തന്നെയാണ്. 100Kയിൽ കുറഞ്ഞ വീഡിയോസൊന്നും നമ്മുടെ അതിനകത്തില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും എന്തായാലും ഒരു 50Kക്ക് മേളിൽ എന്തായാലും റീച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ സത്യത്തിൽ ഇതുവരെയും ഒരു വീഡിയോസും നമ്മൾ റീച്ച് നോക്കിയിട്ടിട്ടില്ല, കണ്ടൻറ്റ് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു നോർമൽ ലൈഫിൽ നടക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ടിടുന്നത്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയിടുകയോ ഒന്നും ചെയ്യാറില്ല. ഒരു വീട്ടിൽ പാചകം ചെയ്യുമ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടുന്നു, മിറ്റം തൂക്കുവാണോ അതിൻ്റെ ഒരു വീഡിയോ, തുണി വിരിക്കുകയാണോ അതിൻ്റെ ഒരു വീഡിയോ, വീട് വൃത്തിയാക്കണോ അതിൻ്റെ ഒരു വീഡിയോ, എന്തെങ്കിലും എവിടെയെങ്കിലും പോവുകയാണോ അതിൻ്റെ ഒരു വീഡിയോ. അതായത് നോർമലി എല്ലാവരുടെയും ലൈഫിലും നടക്കുന്ന കാര്യം, ഞങ്ങളുടെ ലൈഫിൽ മാത്രമല്ല എല്ലാവരുടെയും ലൈഫിലും നടക്കുന്ന കാര്യം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണോ ഹോസ്പിറ്റലിലെ വീഡിയോ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇടുന്നത്. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്രിയേഷനൊക്കെ വെച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. നോർമലി എല്ലാവരും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ റീച്ചോ കാര്യങ്ങളോ നോക്കാറില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ, അതെല്ലാം നമ്മളെ സ്നേഹിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കാണിച്ചോട്ടെ. ഇപ്പം അങ്ങനെ ആ ഒരു മൈൻഡിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഈ രേവതി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്, ഞങ്ങൾ കുറേ സൈബർ കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ സൈബർ കേസുകൾ. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ നമ്മുടെ കേരള സൈബർ സെല്ലിലെ ഒരു പോരായ്മ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സൈബർ കേസ് കൊടുത്തിട്ടുള്ള ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു നെഗറ്റീവ് കമൻറ്റ് എന്നുള്ളത്. അത് ചെറിയ രീതിയിലൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിങ് ആയി കഴിയുമ്പോഴാണ് പലരും അതിനെതിരെ പ്രതികരിക്കുന്നതും കേസ് ഫയൽ ചെയ്യുന്നതും ഒക്കെ. പലപ്പോഴും നമ്മൾ സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടി കിട്ടാറില്ല.
ഞങ്ങൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അമ്മേനെ ആണെങ്കിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞതിനെതിരായിട്ട് ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തിന് മേളിലായി, 2 മാസത്തോളം ആകാറായി. ഈ നിമിഷം വരെ അതിൻ്റെ ഒരു കാര്യങ്ങളുണ്ടായില്ല. അവൻ ആരാണ്, അവൻ എന്താണ്, എവിടെയാണ് അവൻ്റെ വീട്, അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇറങ്ങി കണ്ടുപിടിച്ചു. അവൻ എവിടെയാണ് താമസിക്കുന്നത്, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താണ്, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഞങ്ങൾ ഇറങ്ങി കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവൻ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ കേസ് ഫയൽ ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് തെളിവ് സഹിതമാണ് കൊടുത്തത്. അത്രയും തെളിവ് സഹിതം കൊടുത്ത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഞാൻ ഫയൽ ചെയ്തത്. ഇത് ഇനി ആര് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നീതി കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ സൈബർ കേസ് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ ഡോറ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു സൈബർ കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലുള്ള ഒരു ഡ്രൈവറിൻ്റെ പേരിൽ. അത് ഡോറേനെ ആണെങ്കിൽ ഭയങ്കര റോങ് ആയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്തിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. നമ്മുടെ ഗബ്രുവിനെ ഫസ്റ്റ് മന്തിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം 3.5 കൊല്ലത്തിന് മേളിലായി. ഈ നിമിഷം വരെ, അതായത് 2024 കേസ് ഫയൽ ചെയ്തു. 3.5 അല്ല 2.5 കൊല്ലമായിട്ടുണ്ട്. 2024 നമ്മൾ കേസ് ഫയൽ ചെയ്തു. ഇതിപ്പോൾ 2026 ഏകദേശം കഴിയാറായി നിൽക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെത്തി, 2026 ഓഗസ്റ്റിലെത്തി. ഈ നിമിഷം വരെ ആ കേസിൻ്റെ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വൈറൽസ് കഫേ എന്ന് പറയുന്ന അതൊരു 3 ID നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ വൈറൽസ് കഫേ എന്ന് പറയുന്ന ഒരു വ്യക്തി 3 IDയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കേസ് ഫയൽ ചെയ്തു, ഒന്നും ആയില്ല. പിന്നെ വേറൊരു വ്യക്തി എന്നെയും പ്രിൻസിമോളെയും റോങ് ആയിട്ട് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ട ഒരു വ്യക്തി, അതും നമ്മൾ പോസ്കോ കേസിൽ ഉൾപ്പെടുത്തിയാണ് ആ കേസ് ഫയൽ ചെയ്ത് സൈബറിലേക്ക്. ഒരു വകയും ആയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആകെ എനിക്ക് അറിയാവുന്നൊരു വ്യക്തി മാത്രമാണ് സൈബർ കേസ് ഞങ്ങൾ കൊടുത്ത സമയത്ത് ആ വ്യക്തിയാണ് ഞങ്ങൾക്കാണ് സ്റ്റേഷനിൽ വിളിപ്പിക്കാനും അത്യാവശ്യം ഉരുട്ടിപ്പരട്ടി വിടാനും ഞങ്ങൾക്ക് പറ്റിയത് ഒരു വ്യക്തിയെ മാത്രമാണ്. കാരണം പുള്ളിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഡയറക്റ്റ് എനിക്ക് വിളിപ്പിക്കാൻ പറ്റി. പക്ഷേ ബാക്കിയുള്ള ഒരു കേസിലും ഇതുവരെ നമുക്കൊരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇനിയും ഒരു കേസ് അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തി സമയം കളഞ്ഞ് നമ്മൾ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെയും ചെയ്യാൻ പോകാതിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. കാരണം അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡോറയ്ക്ക് വയ്യ, ഗബ്രൂട്ടന് വയ്യ, നമ്മുടെ പ്രിൻസിന് വയ്യ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്കപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ ചിലവുകൾ നോക്കണം, ഇനി ഓണം വരുന്നു, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അത് ഞങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വികസിപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സിന് പല പ്രശ്നങ്ങളുണ്ട്. മോളെ ഭാവിക്കാടി, എൻ്റെ ഫ്രണ്ട്സിന് 1-2 പേർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ അവരുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഞാൻ പോകുന്ന കാരണം എനിക്കിതൊന്നും സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാനോ കാര്യമില്ല. പിന്നെ ഈ രേവതിയുടെ കമൻറ്റ് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ അതിന് ഞാനാണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഈ ഒരു ID വെച്ചിട്ട് എനിക്ക് എൻ്റെ വീഡിയോസ് റീച്ച് ആക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ലോങ് വീഡിയോ ആണെങ്കിലും എൻ്റെ ഷോർട്സ് ആണെങ്കിലും ഇപ്പം ഞാനും ഡോറയും തമ്മിലുള്ള ഷോർട്സ് ആണെങ്കിലും ഞാൻ തനിയുള്ള ഷോർട്സ് ആണെങ്കിലും അത്യാവശ്യം റീച്ചുള്ള വീഡിയോസ് തന്നെയാണ്. ഞാൻ എൻ്റെ കണ്ടൻറ്റുകളൊന്നും റീച്ചിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള കമൻറ്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് റീച്ച് കിട്ടാറുണ്ട് എൻ്റെ വീഡിയോസിന്. അപ്പോൾ പിന്നെ ഇത്രയും ഒരു തരംതാണ കാര്യം, പിന്നെ അതുപോലെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ തന്നെ ഇത്രയും ഒരു തരംതാണ കാര്യം പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആരെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ രേവതി എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയമില്ല. ഇനി നിങ്ങൾ എൻ്റെ എക്സ് ലവറിൻ്റെ പേര് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ വൈഫിൻ്റെ പേര് തന്നെയാണ്, സെയിം പേര് തന്നെയാണ്. പിന്നെ 1-2 പേരുകൾ ഞാൻ പറയുന്നില്ല, അവർ കുടുംബമായി ജീവിച്ചോട്ടെ, അതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. ഓക്കെ, അല്ലാതെ എനിക്ക് ഈ രേവതി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പരിചയമേ ഇല്ല. ഇങ്ങനെ ഒരു ആളിനെ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുപോലും അറിയില്ല. എനിക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ വ്യക്തി ആരാണെന്നും എനിക്കറിയില്ല. പിന്നെ അവരുടെ ഒരു ദേഷ്യവും വിഷമവും തീർക്കാൻ ചിലപ്പം വന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പുള്ളിക്കാരനാണോ എനിക്കറിയില്ല, എന്നോട് ഭയങ്കര തീരാത്ത എന്തോ ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്. എന്നോട് ഭയങ്കരമായി ഇങ്ങനെ തീർക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന വിഷമമുണ്ടല്ലോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് വരിക, എനിക്കത്രേ പറയാനുള്ളൂ. ഡയറക്റ്റ് വരിക, വന്ന്
എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ എനിക്ക് കൊല്ലണം എന്ന് മുൻകൂത്ത് നോക്കി പറയാം. അതല്ലാണ്ട് ഇങ്ങനെ ഒളിയമ്പ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നും പറയാനും എനിക്കില്ല. കാരണം എന്തോ പറയാനായിട്ട് ഇവരോട് നിങ്ങളതിനെ ആലോചിച്ച് നോക്കി. ഞാൻ എന്തോ ഇവർക്കെതിരെ പറയണ്ടേ? ഒരു ലോകം പോലും എന്തെന്നറിയാത്ത, എന്താണ് ചുറ്റും നടക്കുന്നതെന്നറിയാത്ത, സ്വന്തം വീട്ടിൽ പോലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയെടുത്ത് ഞാൻ എന്തോ പറയാനായിട്ട്, അതിനും മാത്രം വിവരമുള്ള ഒരു വ്യക്തിയെടുത്ത് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ പറ. ഞാൻ ആ വ്യക്തിക്കെതിരെ എന്താണ് പ്രതികരിക്കേണ്ടത്? ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഈ വ്യക്തിക്കെതിരെ ഞാൻ സൈബറിൽ പോയി കേസ് ഫയൽ ചെയ്താലും എന്തെങ്കിലും പ്രയോജനമുണ്ട്? കാരണം ഞാൻ ഏകദേശം ഒരു 4-5 കേസ് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അതും വിത്ത് എവിഡൻസ് ആയിട്ട്. ഏകദേശം എനിക്ക് സംശയമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഈ പ്രിൻസിപ്പളുടെ കാര്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇന്ന ആളെ സംശയമുണ്ട്. കാരണം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് പുള്ളിയുടെ മെയിൽ ഐ ഡി കിട്ടി. ഞാനപ്പം എനിക്കത് ഓപ്പണായിട്ട് അവിടെ പോയി പറയാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇന്നാളെ ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ കേസ് ഫയൽ ചെയ്തത്. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ ശാസ്ത്രമുണ്ട് പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊണ്ട് കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെയും ആ ഒരു കാര്യം ഇതുവരെ അന്വേഷിച്ചവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങളുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് ഇനി ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഓൾറെഡി ഇപ്പോൾ എനിക്കൊന്നിനും സമയമില്ല. ഓണമായി, ഇതുവരെ എൻ്റെ വീടിനകം വൃത്തിയാക്കിയില്ല. ഇപ്പോഴാണ് എനിക്ക് വൃത്തിയാക്കി. ഇത്ര നേരം എനിക്ക് വയ്യാതെ ഞാൻ കിടക്കുമായിരുന്നു കുഞ്ഞിനൊപ്പം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തലകറക്കം വരുന്നുണ്ട്, പെട്ടെന്ന് കണ്ണാത്ത് ഇരുട്ട് കയറുന്ന, ബോധം മറയുന്ന പോലെ കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ടും ശരീരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വീണ്ടും ഇനി ഒരു കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ എൻ്റെ സമയവും പോകുന്നത്. എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. കാരണം പറയുന്ന ആൾക്കാർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അവരവരുടെ ഒരു ഭാഗം പറഞ്ഞ് അവരങ്ങ് തീർക്കട്ടെ, സമാധാനിക്കട്ടെ. ഞാൻ നേരത്തെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ റിയാക്റ്റീവ് ആയിരുന്നു. റിയാക്ഷൻ വീഡിയോ അല്ലാതെ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് റിയാക്റ്റീവ് ആയിരുന്നു. ഇങ്ങോട്ട് പറയുന്നത് ഡയറക്റ്റ് ഞാൻ അങ്ങോട്ട് പറയായിരുന്നു. ഉരുളയ്ക്ക് പേര് എൻ്റെ പോളിസി അതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർ വന്നിട്ട് അവരുടെ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് അവർ പോട്ടെ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഗുണം മാത്രമേ ഉള്ളൂ, നമുക്കൊരു നഷ്ടമില്ല. അപ്പം പിന്നെ അവരായിട്ട് ഒരു ഗുണം ഉണ്ടാവുന്നെങ്കിൽ അങ്ങനെ കൊണ്ടായിക്കോട്ടെ, അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനെതിരെ ഒന്നും പറയാൻ വേണ്ട. പിന്നെ എൻ്റെ കൂടെ ജീവിക്കുന്നത് ഡോറയാണ്. എൻ്റെ മക്കൾ എനിക്കൊപ്പം ഉണ്ട്, എൻ്റെ വീട്ടുകാർ എനിക്കൊപ്പം ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊപ്പം ഉണ്ട്. ഇവർ വന്നിട്ട് എടാ നീ ആ ചെയ്തത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അംഗീകരിക്കാം. കാരണം വെച്ചാൽ അവർക്ക് എൻ്റെ സ്വഭാവം അറിയാം, എൻ്റെ രീതികൾ അറിയാം, എൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയാം. അപ്പോൾ അവർ വന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ അത് സത്യമായിരിക്കാം എന്നെനിക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ എന്താണെന്ന്, എൻ്റെ ജീവിതം എന്താണെന്ന്, എൻ്റെ സ്വഭാവം എന്താണെന്നും അറിയാൻ വയ്യാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ ഫ്രോഡാണ്, നീ പനലാണ്, നീ ചാവണം, നിൻ്റെ കുഞ്ഞ് ചാവണം, നിൻ്റെ വൈഫ് ചാവണം, കുഴിയിലിട്ട് മൂടി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. കാരണം ഇവരാരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, എൻ്റെ സാഹചര്യങ്ങൾ അറിയില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് എൻ്റെ വില കളയേണ്ടെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്തരമുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഇത് എടുത്തിട്ടത് പലരും വന്നിട്ട് ആ വീഡിയോയ്ക്ക് താഴെ പല കമൻറ്റുകളും ഇടുന്നുണ്ട്. അതായത് എനിക്കറിയാവുന്നതാണോ, പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണോ, എന്താ ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാത്ത, പല റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിനെതിരെ എന്താ ഞാൻ പ്രതികരിക്കാത്ത, പല വെട്ടമായിട്ട് ഇപ്പം കമൻറ്റുകൾ വരുന്നു. ഈ ഐഡിയ പല വെട്ടമായിട്ട് നേരത്തെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒരു എന്തുവായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നു. ഞാൻ സുവലാടുന്ന സമയത്ത് വന്നതാണ്. ഡോറയെ കൊണ്ടുപോയി കടലിൽ കൊന്നുകള, കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നുകള എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചത്ത് പോവും, എന്താ അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ വരത്തില്ല, ഞാൻ ICUയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അത് ആ പേര് ഞാൻ മറന്നുപോയി. ഇത് നേരത്തെ ഇത്തരത്തിലുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ രേവതി പിള്ള എന്ന് പറയുന്ന ID എടുത്തിട്ട് ഞാൻ നേരത്തെ നോക്കിയോ 1 വീക്ക് ആയിട്ടേ ഉള്ളൂ. ഒരു സബ്സ്ക്രൈബർ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ജോയിൻ 1 വീക്ക്, ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ഈ ID എടുത്തിട്ട്. അപ്പം ഉറപ്പാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന ID കിട്ടാതായിട്ട് ഞാൻ കുറേ നെഗറ്റീവ് ഇട്ട ആൾക്കാരുടെ ഐഡികൾ ഞാനാണെങ്കിൽ ഇതാക്കി വെച്ചു, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റാതെ, ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ പറ്റാതെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് വന്ന് ഇട്ട കമൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ വ്യക്തി 15 കമൻറ്റ് ഇട്ടുണ്ട്. ഇത് കൂടുതൽ ഇട്ടേക്കുന്നത് എൻ്റെ കുഞ്ഞിനെയും ഇത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ കമൻറ്റ് ഇട്ടേക്കുന്നത്. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, ഡോറയെക്കുറിച്ച്, പിന്നെ എന്നെക്കുറിച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത്. ഇതാരാണെന്ന് എന്താണെന്നും അറിയില്ല. നട്ടലില്ലാത്ത ഏതോ പലതന്തയ്ക്കുണ്ടായ ഒരുത്തനാവാം, നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആളുടെ പുറകെ ഞാൻ പോയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ?
എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എൻ്റെ ഇത് പോവും, എൻ്റെ സമയം പോവും. ഇപ്പോൾ എത്രയും നേരം ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്ത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഇരുന്ന് സംസാരിച്ചു. അപ്പം അത്രയും സമയം പോയില്ല. ആ സമയം കൊണ്ട് എനിക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തിനാ വെറുതെ. ഞാനിപ്പോൾ കമൻസ് നോക്കാറില്ല, നെഗറ്റീവ് എന്നല്ല. നേരത്തെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ എല്ലാ കമൻസിനും ലൈക്ക് കൊടുക്കുമായിരുന്നു. കുത്തിയിരുന്ന് ഞാൻ ലൈക്ക് കൊടുക്കുമായിരുന്നു. പല കമൻസുകൾക്ക് ഹാർട്ട് തിരിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ നോക്കി വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതാ വരാം, നോർമലി ഞാൻ പ്രതികരിച്ചു പോകും. ഇഷ്ടപ്പെടാത്ത കമൻറ്റ് കാണാൻ ഞാൻ നോർമലി പ്രതികരിച്ചു. എന്തിനാ വെറുതെ, എൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കമൻറ്റ് പോലും ഞാൻ നോക്കാറില്ല, അങ്ങനെ പോവാണ്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും കമൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾക്ക് പിന്നെ എന്താണോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എങ്ങനെ അതിനെ കാണണം, ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കണ്ടോ. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാനില്ല. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു രീതിയിൽ, എൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. അപ്പം വെള്ളം വേണോ? എനിക്ക് അങ്ങനെ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെ തന്നെ പൊക്കോട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കാണാം, പല രീതിയിലുള്ള ചിന്താഗതികൾ കാണും. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരിക്കലും എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയും ചിന്തിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതികൾ കാണും, അവരതനുസരിച്ച് ജീവിക്കട്ടെ, അവരതനുസരിച്ച് പോട്ടെ. അത്രയേ ഉള്ളൂ.